ഈശോംശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ഹൃദയം ഒരു വലിയ ഭാരത്താൽ വീർപ്പുമുട്ടുന്നുണ്ടോ? എന്തിനെന്നറിയാത്ത ഒരു നിരാശ, ജീവിതം എങ്ങോട്ടെന്നറിയാത്ത ഒരു ശൂന്യത നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? ചുറ്റും ആൾക്കാരുണ്ടായിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ നിമിഷം നിങ്ങൾ കേൾക്കുന്നത് വെറുമൊരു ശബ്ദമല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ അമ്മയുടെ വിളിയാണ്. മക്കളെ, നിരാശ എന്നത് അന്തകൻ നിങ്ങളുടെ ആത്മാവിനെ തളർത്തുവാൻ ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണ്. എന്നാൽ ഓർക്കുക, ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മടുക്കുമ്പോഴും നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ വിമലഹൃദയത്തിൻ്റെ ഉടമയായ ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ തണലിലേക്ക് കടന്നു വരുവാൻ 5 ആത്മീയ കടമ്പകളിലൂടെ നമുക്കിന്ന് യാത്ര ചെയ്യാം. നിരാശയുടെ ആദ്യ കാരണം നമ്മുടെ ഉള്ളിലെ മുറിവുകൾ നാം മൂടിവെക്കുന്നു എന്നതാണ്. പരിശുദ്ധ അമ്മയോട് സംസാരിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയത് ആരും അറിയുന്നതിന് മുമ്പേ തിരിച്ചറിഞ്ഞവളാണ് അവൾ. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയതും അവൾക്കറിയാം. മുറിവുകൾ ഒളിച്ചു വെക്കരുത്. അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ഇരുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുക. അമ്മേ, എനിക്ക് നിരാശ തോന്നുന്നു, എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്നെ സഹായിക്കണമേ എന്ന് മന്ത്രിക്കുക. ആ തുറന്നു പറച്ചിൽ നിങ്ങളുടെ പകുതി ഭാരം ഇറക്കി വയ്ക്കുവാൻ സഹായിക്കും. ലോകത്തിൻ്റെ ബഹളങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയും നിരാശയും നിറയ്ക്കുന്നത്. മാതാവ് എപ്പോഴും നിശബ്ദതയുടെ കാമുകിയായിരുന്നു. അവൾ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. നിരാശ തോന്നുമ്പോൾ ഫോണും മറ്റു ബഹളങ്ങളും മാറ്റിവെച്ച് കുറച്ചുനേരം നിശബ്ദരായിരിക്കുക. ആ നിശബ്ദതയിൽ അമ്മ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും. ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന ആ സ്വർഗീയ മന്ത്രം നിങ്ങളുടെ ആത്മാവിനെ ശാന്തമാക്കും. ആത്മീയമായ ശൂന്യതയെ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന നിമിഷങ്ങളാണിവ. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ മകനായ ഈശോയിലേക്കാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നാണ് അവൾ ലോകത്തോട് പറഞ്ഞത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിരാശ തോന്നുമ്പോൾ അമ്മയുടെ കൈപിടിച്ച് വചനത്തിലേക്ക് കടന്നു ചെല്ലുക. മഗ്ദലന മറിയത്തെയും സക്കേവൂസിനെയും ചേർത്ത് പിടിച്ച ഈശോ നിരാശയുടെ പാതാളക്കുഴിയിൽ കഴിയുന്ന നിങ്ങളെയും സ്നേഹിക്കുന്നു. അമ്മയോടൊപ്പം ചേർന്ന് വചനം വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഇരുളടഞ്ഞ പാതയിൽ ഒരു വിളക്കായി മാറും. നിരാശയുടെ ചിന്തകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ ആ ചിന്തകളെ മുറിച്ചു മാറ്റുവാൻ ജപമാലയേക്കാൾ ശക്തമായ മറ്റൊരു ആയുധമില്ല. ഓരോ മണിയും ചൊല്ലിത്തീർക്കുമ്പോൾ നിങ്ങൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ജപമാല പ്രാർത്ഥന വെറുമൊരു ചടങ്ങല്ല, അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ജീവരക്ഷാ ചരടാണ്. പാതാളക്കുഴിയിലേക്ക് വീഴാതെ ആ ചങ്ങല നിങ്ങളെ പിടിച്ചു നിർത്തും. അന്തകൻ തരുന്ന നിരാശയുടെ ചിന്തകളെ ജപമാലയിലെ നന്മ നിറഞ്ഞ മറിയമേ എന്ന മന്ത്രം കൊണ്ട് തുരുത്തി ഓടിക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകി തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ അവസാന വാക്കല്ല. കുരിശിൻ ചുവട്ടിൽ തൻ്റെ മകൻ മരിക്കുന്നത് കണ്ട മറിയത്തിന് അറിയാമായിരുന്നു 3-ാം നാൾ ഒരു ഉയർപ്പുണ്ടെന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിനമായ വെള്ളിയാഴ്ചയ്ക്കും ഒരു ഉയർപ്പ് ഞായറാഴ്ചയുണ്ട്. നിരാശ തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുവാൻ ഒരു സ്വർഗീയ മേലങ്കിയുണ്ട്. അമ്മയുടെ തണലിൽ വിശ്രമിക്കുക. പതുക്കെ പതുക്കെ ആ ഇരുട്ട് മാറി പ്രത്യാശയുടെ സൂര്യൻ ഉദിക്കും. നിങ്ങൾ തനിച്ചല്ല, അമ്മ കൂടെയുണ്ട്. നിരാശയുടെ അന്ധകാരത്തിൽ കഴിയുന്നവരുടെ ആശ്രയമായ പരിശുദ്ധ അമ്മേ, കാരണമെന്തെന്നറിയാതെ മനസ്സ് വിങ്ങുന്ന ഈ മക്കളെ അങ്ങയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. പ്രത്യാശയുടെ പ്രകാശം ഇവരുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ജപമാലയിലൂടെയും വചനത്തിലൂടെയും ദൈവത്തിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.